നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യം, അതായത് കേരളത്തിൻ്റെ വികസന മുഖം നാളെ അനാവരണം ചെയ്യപ്പെടുന്നു. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ മദർഷിപ്പ് തീരത്തണയാൻ പോവുകയാണ്. നാളെ രാവിലെ 9 മണിക്കാണ് സ്വാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിച്ചേരുക. പദ്ധതി പ്രദേശം സന്ദർശിച്ചു ഇന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. ഞങ്ങളുടെ പ്രതിനിധി ഷെഫീദ് റാവുത്തർ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. വിഴിഞ്ഞം മലയാളികളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള കാത്തിരിപ്പ്, ലോകത്തിന് മുൻപിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കവാടം തുറക്കപ്പെടുകയാണ്. ഇപ്പോൾ മന്ത്രി VN വാസവൻ നാളെ ട്രയലിനുള്ള എല്ലാ ഒരുക്കങ്ങളും വിലയിരുത്തുന്നു. മിനിസ്റ്റർ, ഇതിപ്പം ലോക ഭൂപടത്തിൽ നമ്മൾ കേരളത്തെ മാർക്ക് ചെയ്യുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, സംശയമൊന്നുമില്ല. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ലോകം ഉറ്റുനോക്കുന്ന ഒരു ചരിത്ര നിമിഷത്തിലേക്ക് വിഴിഞ്ഞം അടുക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ട്രയൽ റണ്ണിലേക്ക് വരുമ്പോൾ ഒരുക്കിയെടുക്കേണ്ട പശ്ചാത്തല സൗകര്യങ്ങൾ എത്രത്തോളം ആയി എന്ന് പരിശോധിക്കാനാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. ഫുള്ളി ഇപ്പോൾ ഓട്ടോമാറ്റിക് സംവിധാനങ്ങളാണ് ഇവിടെ ട്രെയിനുമായി ബന്ധപ്പെട്ടുള്ളത്. സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കൂറ്റൻ കപ്പൽ 350 മീറ്റർ നീളവും 50 മീറ്റർ വീതിയുമുള്ള ആ ഷിപ്പിൽ ഏതാണ്ട് 9,000-ഓളം കണ്ടെയ്നർ എത്തിച്ചേരും. അതിൽ 1,900 കണ്ടെയ്നർ ഇവിടെ ആദ്യഘട്ടത്തിൽ ഇറക്കുക. അത് പിന്നീട് മറ്റ് തുറമുഖങ്ങളിലേക്ക് മറ്റ് കപ്പൽ മുഖാന്തരം പോകും. ഈ തുറമുഖം വരുമ്പോൾ സ്വാഭാവികമായും അടിസ്ഥാന സൗകര്യം വികസിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ 2 കാര്യങ്ങൾ, വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ്, 2 റെയിൽവേ തുരങ്കപാത. ഇത് രണ്ടും വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കും. രണ്ടും പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ത്വരിതഗതിയിലുള്ള നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിലിപ്പം NHAI കണക്ട് ചെയ്യുന്ന 1.7 കിലോമീറ്റേഴ്സ് അപ്രോച്ച് റോഡ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം വരുന്ന ഔട്ടർ റിംഗ് റോഡിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻ നടന്ന് ഇൻ പ്രിൻസിപ്പൽ നാഷണൽ ഹൈവേ അനുമതി തന്നു. മറ്റൊന്ന് റെയിൽവേ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് 10.7 കിലോമീറ്റേഴ്സ് റെയിൽവേ വരും. അതിൽ 9.2 തുരങ്കപാതയാണ്. അതിൻ്റെ സാമൂഹ്യാഘാത പഠനവും പരിസ്ഥിതി ആഘാത പഠനവും കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ DPR തയ്യാറാക്കി കൊങ്കൺ റെയിൽവേ കേന്ദ്ര റെയിൽവേക്ക് കൊടുത്ത് അതിൻ്റെ അനുമതി തേടിയിരിക്കുന്നു. ആ അനുമതി ലഭ്യമായിരിക്കുന്നു. ഏതായാലും വളരെ നന്ദി. ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതി, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം വിസിൽ MD ദിവ്യ S അയ്യർ കൂടി ചേരുകയാണ്. മാഡം, ഉറക്കമില്ല എന്നറിയാം, വലിയ ആകാംക്ഷയുണ്ടെന്നും. നാളത്തെ ഒരു ആകാംക്ഷ എങ്ങനെയാണ്? ആകാംക്ഷയും ആവേശവും ഒക്കെ ഉണ്ട്. അതിലുപരി അതിനൊക്കെക്കാളും ഉത്സാഹമാണ് ഉള്ളത്. മലയാളികളെ സംബന്ധിച്ച് ഒരൊറ്റ ചോദ്യമാണ് ബാക്കി. നമുക്കെപ്പോൾ നമ്മുടെ കണ്ണിന് വിസിബിളായി നമ്മുടെ തുറമുഖത്തേക്ക് എത്തുന്ന കപ്പൽ ഏത് സമയത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. പുറങ്ങളിൽ വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാണാൻ പറ്റും. കാരണം ഇത് വലിയൊരു കപ്പലാണ്, ഒരു കൂറ്റൻ കപ്പലാണ്. അതല്ലാതെ നമ്മുടെ തുറമുഖത്തിലേക്ക് അടുക്കുന്നത് ഒരു 9 മണിയോട് കൂടിയായിരിക്കും. ഈ സാൻ ഫെർണാണ്ടോ ഇപ്പോൾ തന്നെ മലയാളികൾക്ക് പരിചിതമായി വാർത്താമാധ്യമങ്ങൾ കാരണം. ഇനി അടുത്തതാര്, ഇനി ഏതൊക്കെ കമ്പനികൾ, ഏതൊക്കെ കപ്പലുകൾ, അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണ? 2 കപ്പലുകളുടെ പേരുകൾ കേട്ടു, ധാരണയായിട്ടുണ്ടോ? സാൻ ഫെർണാണ്ടോ വന്നതിന് ശേഷം അതിൽ നിന്നും നമ്മുടെ തുറമുഖത്തിലേക്ക് ഇറക്കി വെക്കുന്ന അപ്പം ഏകദേശം 2,000-ഓളം കണ്ടെയ്നറുകൾ നമ്മൾ നമ്മുടെ തുറമുഖത്തിൽ ഇറക്കി വയ്ക്കും, നമ്മുടെ യാർഡിൽ ഇറക്കി വയ്ക്കും. അതിൽ നിന്നും കുറച്ച് കണ്ടെയ്നറുകൾ തിരിച്ചെടുത്തുകൊണ്ട് പോകുവാനായിട്ടുള്ള ഫീഡർ വെസൽസ് അതിനുശേഷം വരും. അങ്ങനെ 2 ഫീഡർ വെസൽസ് ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 13-ാം തീയതിയും 2 ഫീഡർ വെസൽസും നമുക്ക് ഇങ്ങോട്ട് വരും. ഇതിന് ശേഷമുള്ള അടുത്ത കപ്പൽ എന്നുള്ളത്, അടുത്ത മദർഷിപ്പ് എന്നുള്ളത് നമുക്ക് ലോകത്തിലെ തന്നെ ഇപ്പോൾ ഏറ്റവും നീളം കൂടിയ ഒരു മദർഷിപ്പ് ആയിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. 400 മീറ്റർ നീളമുള്ള ഒരു കപ്പലായിരിക്കും അടുത്ത ആഴ്ച വരിക വീണ്ടും. എന്തായാലും വളരെ നന്ദി. ഇവിടേക്കാണ് സാൻ ഫെർണാണ്ടോയിൽ നിന്ന് എടുക്കുന്ന കണ്ടെയ്നറുകൾ ഇവിടേക്കെത്തും. ഈ കണ്ടെയ്നറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രെയിനുകളാണിത്. സാൻ ഫെർണാണ്ടോ ആദ്യമായി വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുമ്പോൾ, ട്രയൽ റണ്ണിലേക്ക് അടുക്കുമ്പോൾ സ്വാഭാവികമായും അത് കേരളത്തിൻ്റെ സമാനതകളില്ലാത്ത വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകും. നമുക്കും കാത്തിരിക്കാം. ലോകം ഒന്നാകെ വിഴിഞ്ഞത്തേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. ക്യാമറാമാൻ ജിനു S രാജിനും യദുവിനുമൊപ്പം ഷെഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ അഭിമാനിക്കണം, നമ്മൾ ആഹ്ലാദിക്കണം, നമ്മൾ സന്തോഷിക്കണം. അത്രയും വലിയൊരു സംഭവമാണ് വിഴിഞ്ഞത്ത് നടക്കാൻ പോകുന്നത്. സാൻ ഫെർണാണ്ടോ എന്നുള്ളത് മദർ ഷിപ്പ് നാളെ രാവിലെ 9 മണിക്ക് വിഴിഞ്ഞത്ത് തീരം തൊടും.